അപ്പോൾ ഇന്ന് ഡിന്നറിന് വേണ്ടിയിട്ട് ഞാൻ ഗ്രിൽഡ് ചിക്കനും മടക്ക് ചപ്പാത്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഫസ്റ്റ് ട്രൈ ആണ് ഗ്രിൽഡ് ചിക്കൻ വീട്ടിലുണ്ടാക്കുന്നത്. അതുകൊണ്ട് അറിയില്ല, ചെറുതായിട്ടൊക്കെ കരിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല. കടിയത്ത് അത്ര ടേസ്റ്റ് ഒന്നുമില്ലെങ്കിലും എൻ്റെ സൈഡിൽ കൂടെ ഒക്കെ പോയി എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ചിക്കന് മസാല ആക്കി വെക്കുക, എന്നിട്ട് പിന്നെ ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ചിക്കന് നന്നായി വരഞ്ഞിട്ടും കുത്തിയിട്ടൊക്കെ ഒരു പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട്. നന്നായി മസാല ഒടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. കുറച്ച് ഉപ്പും കുറച്ച് വിനാഗിരിയും ചേർത്തിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് വരഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ മസാല ആക്കാൻ നേരത്തെ ഞാൻ വിചാരിച്ച് ഈ ഫോർക്ക് കൊണ്ട് ഇങ്ങനെ കുത്തിയിട്ടും കൊടുക്കുകയാണ്. പിന്നെ ഒരു മിക്സിൻ്റെ ജാറെടുത്തിട്ട് ഒരു കൈപ്പിടി മല്ലിയില അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. then അതിലേക്ക് ഒരു 5-6 വെളുത്തുള്ളി, ചെറിയൊരു ഇഞ്ചിയുടെ കഷ്ണം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നീട് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ദെൻ 1/2 ടീസ്പൂൺ ഗരം മസാലയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നീട് കാശ്മീരി ചില്ലി പൗഡർ 1 ടീസ്പൂൺ ആഡ് ചെയ്തിട്ടുണ്ട്. സാദാ ചില്ലി പൗഡറും ആഡ് ചെയ്തിട്ടുണ്ട്. ചില്ലി പൗഡർ ആൻഡ് പെപ്പർ പൗഡർ ഇതെല്ലാം നമുക്ക് എരിവിനനുസരിച്ച് കൂട്ടി കുറച്ചെടുക്കുക. ഇവിടെ പൊതുവേ ഞാൻ എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാരുണ്ടാവും, ഞാൻ കുറച്ചേ മുളകൊക്കെ യൂസ് ചെയ്യാറുള്ളൂ. കാരണം പൊന്നോക്ക് തന്നോക്ക് എരിവ് വളരെ കുറച്ച് മതി. പിന്നെ കുറച്ച് തൈരും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 4 ചെറിയുള്ളി അതിന് വേണ്ടിന് എൻ്റെ അടുത്തില്ലാത്തതുകൊണ്ട് ഞാൻ ഒരു ചെറിയുള്ളി ഉണ്ടായിരുന്നു അത് ഇട്ടെടുത്ത്, പിന്നെ ഒരു സവാളിൻ്റെ ചെറിയൊരു കഷ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി അരച്ചെടുത്ത് വരണം. ഞാൻ ഇതിൽ ഉപ്പ് ചേർത്തിട്ടോ, ഉപ്പ് ഓൾറെഡി ഞാൻ നമ്മുടെ ചിക്കനിൽ ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ നന്നായി അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു ഗ്ലൗസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കൈമേ. കാരണം മഞ്ഞളൊന്നും നന്നായി കളർ കൈമ പിടിക്കാൻ വെക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഗ്ലൗസ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മൾ ഈ വിനാഗിരി ഉപ്പും കൂടെ ചേർത്ത വെള്ളം ഉണ്ടല്ലോ അത് ഒഴിവാക്കിയെടുക്കണം. എന്നിട്ട് വേണം നമുക്ക് ഇതിലേക്ക് മസാല ആക്കിയെടുക്കാൻ. ഇപ്പോൾ ഇതാ ഞാൻ വിനാഗിരിൻ്റെ വെള്ളം നമ്മുടെ ചിക്കനിൽ നിന്ന് ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച മസാല എല്ലാം ഇതിലേക്ക് ഇട്ടെടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. എല്ലാം മിക്സാക്കിയതിന് ശേഷം ഞാൻ അതിൽ ഉപ്പും എരിവും എല്ലാം ഓക്കെ ആണോ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവ് തോന്നി. അപ്പോൾ ഞാൻ കുറച്ച് പൊടിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു പ്രാവശ്യം കൂടെ ജസ്റ്റ് ഒന്ന് എല്ലാം ഒന്ന് മിക്സാക്കി എടുക്കുക. ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുന്ന അൽഫാമിൻ്റെ അതേക്ക് ടേസ്റ്റ് കിട്ടണമെങ്കിൽ നമുക്ക് അൽഫാമിൻ്റെ മസാല കിട്ടും, അതും കൂടെ ആഡ് ചെയ്താൽ മതി. ഞാൻ അതൊന്നും ചെയ്യുന്നില്ല, ഞാനിങ്ങനെ സിമ്പിളായിട്ടാണ് ചെയ്തെടുക്കുന്നത്. ഇനി അത് അരമണിക്കൂറെങ്കിൽ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക. ദെൻ ആ ടൈം കൊണ്ട് നമുക്ക് നമ്മുടെ മടക്ക് ചപ്പാത്തി റെഡിയാക്കി എടുക്കാം. 1 കപ്പ് മൈദപ്പൊടി, 1 കപ്പ് ആട്ടപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമുക്ക് വേണമെങ്കിൽ ഫുൾ മൈദപ്പൊടിയിൽ ചെയ്തെടുക്കുക, ഫുൾ ആട്ടപ്പൊടിയിൽ വേണമെങ്കിൽ ചെയ്തെടുക്കാം. ഫുൾ ആട്ടപ്പൊടി എടുത്ത് ചെയ്തെടുത്താൽ ചപ്പാത്തി ഒന്നും ഇഷ്ടമില്ലാത്തവർക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല. ഫുള്ളായിട്ട് നമുക്ക് ആ ഗോതമ്പിൻ്റെ ടേസ്റ്റിന് വരും. പക്ഷേങ്കിൽ രണ്ടും മിക്സ് ആക്കിയിട്ട് ചെയ്തെടുത്താൽ അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടാവും. പൊറാട്ടൻ്റെ അതൊക്കെ ടേസ്റ്റിൽ വരും, എന്നാലോ ആട്ടപ്പൊടിൻ്റെ അതേ ടേസ്റ്റ് കിട്ടില്ല. അങ്ങനെ എന്താണെങ്കിലും രണ്ടും ഓരോ കപ്പ് എടുത്തിട്ട് ഞാൻ ഈ അരിപ്പയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായി അരിച്ചിട്ടെടുക്കണം. അപ്പോൾ അതെല്ലാം അരിച്ചിട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പൊടിയിലേക്ക് ആവശ്യമില്ല ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യമായ വെള്ളം ആഡ് ചെയ്തിട്ട് നന്നായി കുഴച്ചെടുക്കുക. ചപ്പാത്തിക്കൊക്കെ കുഴക്കണ പോലെ കുഴച്ചെടുക്കുക. പക്ഷേ എങ്കിൽ അത്രത്തോളം പ്രസ് ചെയ്ത് കുഴക്കണോ സോഫ്റ്റിൽ കുഴക്കണോ അങ്ങനെയൊന്നുമല്ല കേട്ടോ. പൊറാട്ടക്ക് കുഴക്കണേ ചപ്പാത്തിക്ക് കുഴക്കണേ ബുദ്ധിമുട്ടൊന്നുമില്ല നമുക്കിത് കുഴക്കാൻ. പക്ഷേ 2 പ്രാവശ്യം പരത്തിയെടുക്കണം, അങ്ങനെ ഒരു പണി വരുന്നുണ്ട്. പക്ഷേ അതൊരിക്കലും നമുക്ക് ടഫായിട്ടൊരു പണിയൊന്നും തോന്നില്ല. അപ്പോൾ അതെല്ലാം ഒരേപോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി എല്ലാം ജസ്റ്റ് ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഞാനിത് പെട്ടെന്ന് കുഴഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് വലിച്ചിട്ടാണ് കുഴച്ചെടുക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പൊറോട്ടക്കോ ചപ്പാത്തിക്കോ കുഴക്കണം അത്ര റിസ്ക്കിലൊന്നും കുഴച്ചെടുക്കേണ്ടാന്ന്. എങ്കിലും നമുക്ക് കുഴക്കണം സിമ്പിളായി കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വലിച്ചിട്ട് കുഴച്ചെടുത്താൽ മതി. അല്ലെങ്കിൽ കുറച്ച് വലിയ ബോളാകുമ്പോൾ നമ്മളെ കൈക്ക് ഒതുങ്ങൂല. അപ്പോൾ ഒരുമിച്ച് കുഴക്കാൻ ചെറിയ ബുദ്ധിമുട്ടേക്കാരം. അപ്പോൾ അങ്ങനെ വലിച്ച് കുഴക്കുമ്പോൾ അത് നമുക്ക് കുഴയാലും പെട്ടെന്നാവും, കുഴക്കാനും സിമ്പിളാവും. അപ്പോൾ അതെല്ലാം ഞാൻ കുഴച്ച് ഒരു റോളാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോ ഉരുളകളാക്കി എടുക്കണം. നമുക്ക് എത്രത്തോളം വലിപ്പമാണ് ചപ്പാത്തി അതിനനുസരിച്ച് ഇങ്ങനെ ബോളാക്കി എടുക്കുക. അപ്പോൾ ഞാൻ ചപ്പാത്തിൻ്റെ അതേ വലിപ്പത്തിലാണ് എടുക്കുന്നത്. അപ്പോൾ എല്ലാം ബോളാക്കി എടുത്തിട്ടുണ്ട്. ഒരേ വലിപ്പത്തിലാണ് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത്. നമുക്ക് ഒരേ വലിപ്പത്തിൽ അളവിലുള്ള ചപ്പാത്തി കിട്ടും. അപ്പോൾ എന്താണെങ്കിലും ഇനി നമുക്ക് ഓരോന്നായി പരത്തിയെടുക്കണം. അപ്പോൾ നമ്മൾ പരത്തിയെടുക്കുമ്പോൾ പ്രത്യേകം സാധാ ചപ്പാത്തിക്കും പത്തിരിക്കൊന്നും പരത്തും പോലെ പൊടിയിട്ടൊന്നും പരത്തേണ്ട ആവശ്യമില്ല. കുറച്ച് ഓയിൽ തടവി കൊടുത്താണ് പരത്തുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് പരന്ന് കിട്ടും ചെയ്യും.
ഇനി വേണമെങ്കിൽ പൊടിയിട്ട് പരത്തും ചെയ്യട്ടെ. ഞാൻ കൂടുതൽ ഇങ്ങനെ ചെയ്യാറ്. അപ്പോൾ ആദ്യം നമ്മൾ ചപ്പാത്തി പലകമ്മ കുറച്ച് ഓയിലാക്കി കൊടുത്തിട്ട് ഒരു ബോളെടുത്തിട്ട് അതിൻ്റെ മുകളിൽ വെച്ചെടുത്തിട്ട് കൈ കൊണ്ട് ഒന്ന് പ്രസ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ ഒന്ന് പരത്തിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇതിൽ ഷേപ്പൊന്നും നമുക്ക് ശ്രദ്ധിക്കേണ്ട, കാരണം ഒരു പ്രാവശ്യം കൂടെ പരത്താനുള്ളതാണ്. അപ്പോൾ നമുക്ക് ഷേപ്പ് വേണമെങ്കിൽ ഷേപ്പിൽ വേണമെങ്കിൽ പരത്തി എടുക്കുക. നമ്മളെ ഈ ഇടയ്ക്ക് ചപ്പാത്തിക്ക് പ്രത്യേക ഒരു ഷേപ്പൊന്നും ഞാൻ കണ്ടിട്ടില്ല. എന്നിട്ട് ഇതെല്ലാം ഇങ്ങനെ പരത്തിയെടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ കുറച്ച് ഓയിലാക്കി കൊടുത്തിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഷേപ്പിൽ മടക്കി എടുക്കട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ഈ ഒരു പൂ പോലത്തെ ഷേപ്പിലാണ് എപ്പോഴും ചെയ്യാറ്, അതുപോലെ തന്നെ എപ്പോഴും ചെയ്യണത്. അപ്പോൾ ഓരോ മടക്കുമ്പോഴും അതിന് മുകളിൽ നമുക്ക് ഇതേമാതിരി ഓയിലൊന്ന് ജസ്റ്റ് ഒന്ന് തടവി കൊടുക്കണം. എന്നിട്ട് ഞാൻ അങ്ങേ ഭാഗത്തുനിന്നും മടക്കിയെടുത്തിട്ട് ഈ ഒരു പൂവിൻ്റെ ആകൃതിയിൽ മടക്കിയെടുക്കുന്നുണ്ട്. ഇതുപോലെ എല്ലാം മടക്കിയെടുക്കുക. എന്നിട്ട് ലാസ്റ്റാണ് പരത്തിയെടുക്കുന്നത്. എല്ലാം മടക്കിയിട്ട് സെറ്റാക്കിയിട്ട് അവിടെ വെക്കുക. അപ്പം മടക്ക് വരുന്ന ഭാഗം അടിയിലാക്കിയിട്ട് വെക്കുക. അപ്പോൾ എന്താവും, ആ മടക്ക് അത്ര പെട്ടെന്ന് പോരില്ല. അങ്ങനെ പരത്തുമ്പോഴും അത് ശ്രദ്ധിച്ചാൽ മതി. മടക്ക് വരുന്ന ഭാഗം അടിയിലാക്കിയിട്ട് പരത്തിയെടുക്കുക. അപ്പോൾ നമ്മൾ ആ മടക്കിയ ഭാഗം നമ്മളെ പരത്തുമ്പോൾ ആ കോയിലും മുട്ട പെട്ടെന്ന് ഷേപ്പാണ് മാറിപ്പോവുകയൊന്നും ചെയ്യില്ല. അങ്ങനെ എന്താണെങ്കിലും ഫസ്റ്റത്തെ പരത്തി മടക്കിയിട്ട് അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തും ഇതുപോലെ തന്നെ ചെയ്തെടുക്കട്ടെ. അങ്ങനെ ഓരോ ചപ്പാത്തി നമുക്ക് ഇതുപോലെ ചെയ്തെടുത്തിട്ട് ലാസ്റ്റ് നമ്മൾ ഇതെല്ലാം പരത്തിയെടുക്കണം. അങ്ങനെ എന്താണെങ്കിലും ഓരോന്നും ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മടക്ക് വരുന്ന ഭാഗം അടിയിലാക്കിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ മടക്കൊന്നും നീരാതെ അങ്ങനെ തന്നെ അവിടെ നിന്നോളും. അത് പരത്തുമ്പോഴും നമ്മൾ പലകമൊന്ന് വെച്ചിട്ട് കൈ കൊണ്ടൊന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മടക്ക് വരുന്ന ഭാഗം അടിയിൽ വെക്കാനും ശ്രദ്ധിക്കുക, അടിയിലാവുന്ന വിധത്തിൽ വെക്കാനും ശ്രദ്ധിക്കുക. എന്നാൽ പിന്നെ നമ്മൾ മടക്ക് നിവർന്നു പോവുകയെ നമ്മൾ ഈ പരത്തുമ്പോൾ നമ്മൾ ഈ കോയിൽ മുട്ടി വരിക അങ്ങനെ ചെയ്യില്ല. അപ്പോൾ നമ്മൾ ഞാൻ പൊതുവെ ഷേപ്പൊന്നും ശ്രദ്ധിക്കില്ല. അപ്പം ഇന്ന് നിങ്ങളെ കാണിക്കാനല്ല വിചാരിച്ചുകൊണ്ട് ഷേപ്പ് കിട്ടട്ടെ വിചാരിച്ചുകൊണ്ട് പരമാവധി ശ്രദ്ധിക്കട്ടെ. അപ്പം നമ്മൾ ചപ്പാത്തിയൊന്നും കിട്ടണ മാതിരി കറക്റ്റ് റൗണ്ട് ഷേപ്പൊന്നും എന്തായാലും ഇത് കിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ മുകളിൽ മടക്കി വരുന്നുണ്ടല്ലോ. അപ്പോൾ മടക്കിൻ്റെ ഭാഗമൊക്കെ ഇങ്ങനെ നമ്മൾ പരത്തുമ്പോൾ ഇങ്ങനെ പുറത്തേക്ക് തള്ളി വരികയൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ പരമാവധി നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുമെങ്കിൽ ചെയ്തെടുക്കുകയും ചെയ്യാം. അങ്ങനെ എന്താണെങ്കിലും ഞാൻ എല്ലാം ഇതുപോലെ പരത്തിയെടുക്കട്ടെ. എന്നിട്ട് ലാസ്റ്റ് ഓരോന്ന് ചുട്ടെടുക്കാം. ഇപ്പോൾ എല്ലാം പരത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായി ചുട്ടെടുക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ചാൽ കുറച്ച് ഓയിൽ തടവി കൊടുത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ഓയിൽ എണ്ണ ഇതൊന്നും കൂടുതൽ ഇഷ്ടമല്ലാത്തവർ ഈ ഓയിൽ തടവി കൊടുക്കണമെന്നല്ല, പരമാവധി ഓയിൽ എവിടേക്ക് കുറക്കാൻ പറ്റും അത്രത്തോളം കുറയ്ക്കുക. അങ്ങനെ പാനിൽ ഓയിൽ തടവി കൊടുത്ത് നമ്മുടെ ചപ്പാത്തി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ ഭാഗം വന്നതിന് ശേഷം തിരിച്ചിട്ട് കൊടുത്ത് അവിടെയും കുറച്ച് ഓയിൽ തടവി കൊടുത്ത് ജസ്റ്റ് ഒന്നും കൂടെ മറിച്ചിട്ട് വേവിച്ച് രണ്ട് ഭാഗം വന്നതിന് ശേഷം നമുക്ക് ഇത് എടുത്ത് മാറ്റുന്നുണ്ട്. അങ്ങനെ ഓരോ ചപ്പാത്തി ഇങ്ങനെ ചുട്ടെടുക്കുക. നമ്മൾ പൊറാട്ടൊക്കെ വീട്ടിൽ ചുട്ടെടുക്കുമ്പോൾ ഇങ്ങനെ ഓയിൽ തടവി കൊടുക്കൂലേ, അതുപോലെ തന്നെ കേട്ടോ ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നന്നായി പൊള്ളക്കും ചെയ്യും, നല്ല സോഫ്റ്റും ആയ ചപ്പാത്തി ആയിരിക്കും. ഇനി നമുക്കിതിൻ്റെ കൂടെ ഒന്നും തിന്നാനില്ലെങ്കിലും നമുക്കിങ്ങനെ തിന്നെടുക്കുക. നമ്മൾ പൊറാട്ട കട്ടച്ചായൻ്റെ കൂടെയൊക്കെ തിന്നുമ്പോൾ പൊറാട്ട ഇഷ്ടപ്പെടുന്നവർക്ക് രസമാണല്ലോ, അതുപോലൊക്കെ തിന്നാനും പറ്റും കേട്ടോ. ഇനി നമ്മളിങ്ങനെ ഓരോന്നായി എല്ലാം ചുട്ടെടുക്കട്ടെ. നമുക്ക് വേണമെങ്കിൽ ഡിന്നറിൻ്റെ കൂടെ, ലഞ്ചിൻ്റെ കൂടെ, ബ്രേക്ക്ഫാസ്റ്റ് എല്ലായിട്ടും തിന്നാൻ പറ്റും കേട്ടോ. സോഫ്റ്റ് അടിപൊളിയായിട്ടുള്ളൊരു ചപ്പാത്തിയാണ്. അപ്പോൾ നമ്മൾ ചപ്പാത്തിയൊക്കെ ചുട്ടെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഗ്രില്ലി ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ തീ കത്തിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ തീ കെടാൻ വേണ്ടിയിട്ട് കണലാകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിട്ട് ചിക്കൻ അതിൻ്റെ മുകളിൽ വെച്ചെടുക്കാം. തീ കത്തിക്കഴിഞ്ഞാൽ അത് കരിയുമല്ലോ, പിന്നെ പുകയും നല്ലോണം പാടില്ലല്ലോ, അപ്പോൾ പിന്നെ പുകയും ചോദിക്കുമല്ലോ. അപ്പോൾ അൽഫാമെന്ന് ഇതിന് പറയാൻ പറ്റില്ല, ഗ്രില്ലി ചിക്കൻ എന്ന് പറയാൻ പറ്റുള്ളൂ. അൽഫാമിൻ്റെ മസാലയൊന്നുമല്ല ഞാൻ കൂട്ടിയിട്ടുള്ളത്. അപ്പോൾ എന്താണെങ്കിലും പുറത്ത് ഇഷ്ടിക വെച്ചിട്ട് ഇങ്ങനെ എൻ്റെ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പം ചെറുതായിട്ട് പുക വരുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ഈ ഇതിൻ്റെ ഉള്ളിൽ ഒരു വിറക് വെച്ചിട്ടുണ്ടായിരുന്നു, അത് എടുത്ത് മാറ്റിയപ്പോൾ ആ പുറത്തുനിന്ന് വരുന്ന പുകയിട്ടാണ് കാണുന്നത്, അല്ല നമ്മളെ ഗ്രില്ലുമെന്ന് വരുന്ന പുകയല്ല. അപ്പോൾ പുക പരമാവധി ഞാൻ കുറക്കാൻ നോക്കിയിട്ടുണ്ട്. കാരണം ഞാൻ ചകിരിട്ടുകൊണ്ടും പിന്നെ വിറക് വെച്ചുകൊണ്ടും കുറച്ച് പുക ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം എടുത്ത് മാറ്റിയിട്ടുണ്ട്. പിന്നെ ചിരട്ടയാണ് ഇതിന് കൂടുതൽ പറ്റുക. അപ്പോൾ എന്താണെങ്കിലും നല്ല ചൂടുള്ളതുകൊണ്ട് അറിയില്ല, ഒരു ഭാഗം കരിഞ്ഞിട്ടിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ പിന്നെ എല്ലാവരും ഇങ്ങനെ കേൾക്കണം ചെയ്തെടുക്കൽ തോന്നുന്നുണ്ട്. അപ്പോൾ എന്താണെങ്കിലും രണ്ട് ഭാഗം എന്നതിന് ശേഷം ഞാൻ അകത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഡിന്നറിനാണ് ഇതെന്നാണ്. അപ്പോൾ നമ്മൾ ചപ്പാത്തി നമ്മൾ ഗ്രില്ലി ചിക്കനൊക്കെ എടുത്ത് തിന്നാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ഇല്ലെങ്കിൽ ലൈക്ക് അടിച്ചോളും. കാരണം എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെട്ടൊന്നും വരില്ലല്ലോ. അപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പം പോയി ചേച്ചാ.